പീച്ചി പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ സിഐ PM രതീഷിനെതിരെ നടപടിക്ക് തീരുമാനം. രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി 15 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് ദക്ഷിണ മേഖല IG-യുടെ നിർദ്ദേശം. വിശദീകരണം ലഭിച്ചാൽ നടപടിയെടുക്കും. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, ഇതിപ്പോൾ PM രതീഷിനെതിരെ നടപടിക്കുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. നോട്ടീസ് നൽകി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, പീച്ചി പോലീസ് സ്റ്റേഷനിൽ അന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിരുന്ന PV രതീഷാണ് മർദ്ദനം നടത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നത്. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് നടപടിയിലേക്ക് കടക്കുന്നത്. നടപടി എടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ദക്ഷിണ മേഖല IG ശ്യാം സുന്ദർ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ കടവന്ത്ര സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ രതീഷിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ അന്നത്തെ അഡീഷണൽ SP ആയിരുന്ന ശശിധരൻ അന്വേഷണം നടത്തി രതീഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതാണ്. പക്ഷേ അത് സംബന്ധിച്ച നടപടികളിലേക്ക് പോയിരുന്നില്ല. പോലീസ് ആസ്ഥാനത്തേക്ക് നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഫയലെത്തിയെങ്കിലും അത് പൂർത്തിയെന്ന ആരോപണം കൂടി ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി റവട ചന്ദ്രശേഖർ തന്നെ ഇടപെട്ട് PV രതീഷിനെതിരെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം നൽകിയത്. തൊട്ടു പിന്നാലെ തന്നെ വിശദീകരണം തേടിയിരിക്കുന്നു. 15 ദിവസത്തിനകം തന്നെ വിശദീകരണം നൽകണം. വിശദീകരണം ലഭിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ അച്ചടക്ക നടപടിയെടുക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. റോഷിപാൽ, നേരത്തെ ഈ വിഷയത്തിൽ തനിക്കെതിരെ നേരത്തെ നടപടി ഉണ്ടായിട്ടുണ്ട്, വകുപ്പ് തല നടപടി ഉണ്ടായിട്ടുണ്ടെന്നായിരുന്നു PS രതീഷ് പറഞ്ഞത്. ഇത് 2023 സംഭവമാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ CCTV ദൃശ്യം ലഭിച്ചിട്ട് നാളുകളേറെ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു പരാതി വന്നു എന്നറിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇതിൽ കൃത്യമായിട്ടുള്ള കൂടുതൽ പരാതികൾ പലയിടത്തുനിന്നും ഈ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോൾ PM രതീഷിനെതിരെ ഒരു നടപടിയിലേക്ക് കടക്കാൻ നിർബന്ധിതമായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം നടപടിയെടുക്കാൻ പോലീസ് നിർബന്ധിതമായി എന്ന് തന്നെ പറയേണ്ടി വരും ശ്രുതി. കാരണം അന്ന് നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചുള്ള അഡീഷണൽ SP ശശിധരൻ്റെ റിപ്പോർട്ട് പരിഗണിച്ചിരുന്നില്ല. അതിന് പകരം PV രതീഷ് അന്ന് SI ആയിരുന്നു. SI ആയിരുന്ന രതീഷിന് പ്രൊമോഷൻ നൽകി, സ്ഥാനക്കയറ്റം നൽകി, സ്റ്റേഷൻ ഹൗസ് ഓഫീസറാക്കി കടവന്ത്രയിൽ നിയമിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് മർദ്ദനമേറ്റ അവർ ഇത് സംബന്ധിച്ച പരാതിയുമായി മുന്നോട്ട് പോവുകയും ആ ദൃശ്യങ്ങൾ അത് വിവരാവകാശ നിയമപ്രകാരം എടുക്കുകയും അത് പുറത്തുവിടുകയും ചെയ്ത് അതിന് തൊട്ടു പിന്നാലെ പോലീസ് സമ്മർദ്ദത്തിലാവുകയാണ്. കാരണം സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നടന്ന മർദ്ദനവുമായി, സ്റ്റേഷനകത്ത് നടന്ന ഇത്തരം മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഈ ദൃശ്യങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചതും പോലീസിന് സമ്മർദ്ദമാകുന്നതും. IG ശ്യാം സുന്ദർ ഈ ശിക്ഷാ നടപടിയുമായി ബന്ധപ്പെട്ട ഫയൽ പരിശോധിക്കുന്നതും ഒടുവിൽ വിശദീകരണത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ വിശദീകരണം ലഭിച്ചാൽ തൊട്ടു പിന്നാലെ നടപടിയെടുക്കാൻ തീരുമാനിച്ചു തന്നെയാണ് ഇപ്പോൾ PV രതീഷിന്, കടവന്ത്ര സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ രതീഷിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശ്രുതി, പീച്ചി പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിലാണ് CI PM രതീഷിനെതിരെ നടപടിക്ക് തീരുമാനമായിരിക്കുന്നത്. രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. 15 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് ദക്ഷിണ മേഖല IG-യുടെ നിർദ്ദേശം. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.